ഹലോ, ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻ കറിയുടെ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി തൊലി കളഞ്ഞതും ഒരു തക്കാളിയുടെ പകുതി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടി ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചച്ചവ മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ തേങ്ങയിൽ കുറച്ചൊരു ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല, അതൊന്ന് ഡ്രൈ ആയി കിട്ടുന്ന അത്ര മാത്രം മതി. അപ്പോൾ എൻ്റെ തേങ്ങയൊക്കെ ഇവിടെ കുറച്ചൊരു ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ ആ ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് ഈ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചെയ്യും. അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് 5 മിനിറ്റിന് ശേഷം കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ തവി വെച്ച് ഇളക്കാതെ ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കറി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊന്ന് ചട്ടി കാച്ചി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് നമുക്കതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഒറോട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ്. അപ്പോൾ തേങ്ങ അരച്ച കറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.